ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ഭാഗ്യവചനധാരയിലെ ശ്രോതാക്കളായ എല്ലാവർക്കും മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീനെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 17-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മുൻപിൽ തകർന്നു പോകാതെ യഹോവയുടെ സന്നിധിയിൽ സഹായത്തിനായി കേഴുന്ന പ്രാർത്ഥനാ മനുഷ്യനായ ദാവീദിൻ്റെ സങ്കീർത്തനമാണ് ഇത്. ശൗൽ രാജാവ് ദാവീദിനെ വകവരുത്തുവാൻ ശ്രമിക്കുന്ന നാളുകളിലാണ് ഈ സങ്കീർത്തനം എഴുതിയതെന്ന് ന്യായമായി കരുതാം. 17-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യത്തിൽ ന്യായത്തെ നടപ്പാക്കുന്ന ദൈവമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എന്നുള്ള യാചനയോടെയാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സംരക്ഷണത്തെയും ന്യായയുക്തമായ രീതിയിൽ വിധി പ്രഖ്യാപിക്കുന്ന സ്നേഹനിധിയായ ദൈവത്തെയും വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ദാവീദ്. ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ ന്യായയുക്തമായ വിധിയും നേരിട്ടറിഞ്ഞ ദാവീദിൻ്റെ 2-3 അനുഭവങ്ങളെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുന്ന കാലത്ത് ദൈവം വിളിച്ച് വേർതിരിച്ച് അഭിഷേകം നൽകി ദാവീദിന്. അഭിഷേകം ലഭിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ അതിശക്തമായ സംരക്ഷണത്തിന് കീഴിലായിരുന്നു ദാവീദ്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തൻ്റെ പിതാവായ ഇശായി ശൗൽ രാജാവിൻ്റെ പടക്കളത്തിൽ ജോലി ചെയ്യുന്ന തൻ്റെ മൂത്ത മക്കൾക്ക് ആഹാരം കൊണ്ട് കൊടുക്കുന്നതിനായി ദാവീദിനോട് ആവശ്യപ്പെട്ടു. ദാവീദ് ഭക്ഷണവുമായി പടക്കളത്തിലേക്ക് ചെന്നപ്പോൾ ഇസ്രായേലിന് നേരെ വെല്ലുവിളിക്കുന്ന ഫിലിസ്ത്യരുടെ മല്ലനായ ഗോലിയാത്തിനെ കാണുകയാണ്. 40 ദിവസമായി വെല്ലുവിളിക്കുന്ന ഈ മല്ലനെ തോൽപ്പിക്കുവാൻ ഇസ്രായേലിൻ്റെ പടക്കളത്തിൽ ധൈര്യമുള്ള ആരുമില്ലെന്നറിഞ്ഞ ദാവീദ് പടയാളികളിൽ ചിലരോട് ചോദിച്ചു, ഈ മല്ലനോട് എതിരിട്ടവനെ കൊന്നാൽ എന്ത് കിട്ടും? ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ആര് എന്ന് പറഞ്ഞു. ദാവീദിന്റെ ചോദ്യത്തിന് അവിടെ നിന്നിരുന്ന യോദ്ധാക്കളിൽ നിന്ന് ലഭിച്ച അറിവ്, ഫിലിസ്ത്യനായ ഗോലിയാത്തിനെ കൊല്ലുന്ന വ്യക്തിക്ക് രാജാവിൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്നും വളരെയേറെ സ്വത്ത് ലഭിക്കുമെന്നുമാണ് അറിഞ്ഞത്. ദാവീദ് ഗോലിയാത്തിൻ്റെ വെല്ലുവിളിയെ സ്വീകരിച്ചു. ഈ വിവരം സഹോദരങ്ങൾ അറിഞ്ഞപ്പോൾ അവർ ദാവീദിനെ വഴക്ക് പറഞ്ഞു. നീ അപ്പൻ്റെ ആടിനെ കാട്ടിൽ കളഞ്ഞിട്ട് യുദ്ധം കാണാൻ വന്നതാണോ എന്ന് പറഞ്ഞു. ആ വിവരം രാജാവ് അറിഞ്ഞപ്പോൾ ദാവീദിനെ വിളിച്ചു. ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരു കരടിയും വന്നു ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഇത് കണ്ടപ്പോൾ മറ്റുള്ള ഇടയന്മാർ ഓടിയൊളിച്ചു. ഞാൻ സിംഹത്തെ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. സിംഹത്തിന് ഇര നഷ്ടപ്പെട്ടപ്പോൾ സിംഹം എൻ്റെ നേരെ വന്നു. ഞാൻ അതിനെ താടിക്ക് പിടിച്ച് നിലത്തടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിലൊന്നിനെ പോലെയാകും. ദാവീദ് പിന്നെയും രാജാവിനോട്, സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അവൻ തൻ്റെ വടിയെടുത്ത് തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്തു. ഇടയസഞ്ചിയായ പൊക്കണത്തിലിട്ട് കയ്യിൽ കവണിയുമായി ഫെലിസ്ത്യനോട് അടുത്തു. ഗോലിയാത്ത് ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ ബാലനും പവിഴ നിറമുള്ളവനും കോമളരൂപനുമായിരുന്നു. ഗോലിയാത്ത് ദാവീദിനോട്, നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായയാണോ എന്ന് ചോദിച്ചു. തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫിലിസ്ത്യനായ ഗോലിയാത്ത് പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫിലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് എന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. പിന്നെ ഫിലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ട് അടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫിലിസ്ത്യനോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി.
ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കമണിയിൽ വെച്ച് വീശി ഫെലിസ്ത്യൻ്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവൻ്റെ നെറ്റിയിൽ കൊണ്ടു പതിഞ്ഞ് അവൻ കവിണ്ണു വീണു. ഇങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. ദാവീദിൻ്റെ കയ്യിൽ വാളില്ലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്ത്യൻ്റെ പുറത്ത് കയറി നിന്ന് അവൻ്റെ ഉറയിൽ നിന്ന് വാൾ ഊരിയെടുത്ത് അവനെ കൊന്നു. അവൻ്റെ തല വെട്ടിക്കളഞ്ഞു. ദാവീദിൻ്റെ തല വെട്ടിക്കളയും എന്ന് പറഞ്ഞ് ഗൊല്ലിയാത്തിൻ്റെ വാളുകൊണ്ട് തന്നെ ദാവീദ് ഗൊല്ലിയാത്തിൻ്റെ തല വെട്ടി. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇപ്രകാരം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സംരക്ഷണവും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദാവീദിനെ ശൗൽ നശിപ്പിക്കുവാൻ ഒരുങ്ങുന്നത് അറിഞ്ഞ് ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ നീതിയുക്തം ദാവീദിനെ സ്നേഹിക്കുന്ന, ദാവീദിനെ സംരക്ഷിക്കുന്ന ദൈവം നമ്മെയും അനുദിനം അനുനിമിഷം സംരക്ഷിക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടി, ബോധ്യത്തോടുകൂടി എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.